പ്ലസ് ടു അക്കൗണ്ടൻസിലെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്ററിലെ വേറൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഇങ്ങനെയാണ്: ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി ഹു ആർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1 ആസ് ഓൺ 31st December 2011 ഈസ് ഗിവൺ ബിലോ. എയും ബിയും സിയും പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ, ഒരു പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, അവിടെ ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് ജസ്റ്റ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട് 16,000, ബാങ്ക് ലോൺ ഉണ്ട് 8,000, മിസ്സിസ് എസ് ലോൺ 15,000, ക്യാപിറ്റൽ എയുടെ ക്യാപിറ്റൽ ബാലൻസ് 18,000, ബിയുടെ 14,000, സിയുടെ 12,000. ഓക്കെ, ഇനി അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് 3,600, സൺട്രി ഡെപ്റ്റേഴ്സ് 19,400, സ്റ്റോക്ക് ഇൻ ട്രേഡ് 17,000, മെഷീനറി 7,000, ബിൽഡിംഗ് 30,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000. ഓക്കെ, യെസ്. ഇനി അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫേം ഡിസോൾവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ അസറ്റൊക്കെ റിയലൈസ് ചെയ്യുന്ന വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് റിയലൈസ് ചെയ്യുന്നത് 16,000-നാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് 20% കുറച്ചിട്ടാണ്. മെഷീനറി ബി എന്ന പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ബിൽഡിങ് ബുക്ക് വാല്യൂനേക്കാളും 50,000 കൂടുതലായിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സ് 13,000 രൂപയ്ക്കാണ് സെറ്റിൽ ചെയ്യുന്നത്. അതുപോലെ ബാങ്ക് ലോൺ ഡിസ്ചാർജ് ചെയ്യുന്നത് സി ആണ്, പാർട്ട്ണർ സി ആണ്. ഓക്കെ, പിന്നെ അതിൽ റിയലൈസേഷൻ എക്സ്പെൻസ് ഉള്ളത് 4,000 രൂപയാണ്. അത് കൊടുക്കുന്നത് ആരാണ്? എ ആണ് കൊടുക്കുന്നത്, പാർട്ട്ണർ എ ആണ് കൊടുക്കുന്നത്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കണം. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം എന്താക്കണം? റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് ഇട്ട് ബാങ്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അതെ, നമ്മൾ സാധാരണ അസറ്റും ലയബിലിറ്റിയൊക്കെ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻസറും കൂടി ഇവിടെ ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഉള്ളത് 16,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബാങ്ക് ലോൺ ഉണ്ട് 8,000, ബാങ്ക് ലോൺ 8,000 കാണാൻ പറ്റും. ആ ബാങ്ക് ലോൺ 8,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത് മിസ്സിസ് എസ് ലോണാണ്. എന്താ എന്താ എ എന്ന് പറഞ്ഞ പാർട്ട്ണറുടെ ഭാര്യയുടെ കയ്യിലെടുത്ത ലോണാണ്. അപ്പോൾ ഇതൊരു എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ് അല്ലേ? അപ്പോൾ ഒരു പാർട്ട്ണറുടെ കയ്യിലെടുത്ത ലോണ് എന്താ പറയുക, എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ല. നേരെ പറിച്ച് ഇതൊരു പാർട്ട്ണറുടെ കയ്യിലെടുത്ത ലോണല്ല, പാർട്ട്ണറുടെ എന്ന് പറഞ്ഞ പാർട്ട്ണറുടെ ഭാര്യയുടെ കയ്യിലെടുത്ത ലോണാണ്. അതൊരു എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കാറ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് 15,000 നമ്മൾ എന്ത് ചെയ്തു? അവിടെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ വേറെ ഒന്നും ഇവിടെ ലയബിലിറ്റി സൈഡിലില്ല. നമ്മളെന്ത് ചെയ്യണം? ആസറ്റ് സൈഡിലേക്ക് പോവാണ്. ക്യാഷ് ഇട്ട് ബാങ്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ആയിട്ട് എഴുതേണ്ട എമൗണ്ടാണത്. സൺട്രി ഡെപ്റ്റേഴ്സ് 19,400 എന്ത് ചെയ്തു? അസറ്റ്സ് ഇവിടെ എഴുതി. റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. സൺട്രി ഡെപ്റ്റേഴ്സ് എഴുതി. അടുത്ത സ്റ്റോക്ക് ഇൻ ട്രേഡ് 17,000 എഴുതി. ഓക്കെ, അടുത്തായിട്ട് മെഷീനറി ആണ് 7,000 എഴുതി. ബിൽഡിംഗ് 30,000 എഴുതി. ഓക്കെ, അത്ര എഴുതി. അപ്പോൾ എല്ലാ സെറ്റും കൊടുത്തു. ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ അസറ്റ്സും എക്സ്റ്റേണൽ ലയബിലിറ്റീസൊക്കെ എന്ത് ചെയ്തു? നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? റിയലൈസ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് നമ്മൾ ഡെപ്റ്റേഴ്സോട് കൊടുത്തു. ഡെപ്റ്റേഴ്സ് 16,000-ലാണ്. എന്ത് ചെയ്യണം? അതൊരുമിച്ച് എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഒരുമിച്ച് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ ഒരു സെപ്പറേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാങ്ക് ഡെപ്റ്റേഴ്സ് 16,000. ഓക്കെ, സ്റ്റോക്കിൻ്റെ അവിടെ 20% കുറച്ചിട്ടാണ്. അപ്പോൾ സ്റ്റോക്ക് എത്ര ഉള്ളത്? ഇവിടെ സ്റ്റോക്കുള്ളത് 17,000 ആണ്. അതിൽ 20% കുറയ്ക്കുമ്പോൾ 13,600. ഓക്കെ, പിന്നെ മെഷീനറി ടേക്കൺ ഓവർ ബൈ ബി ആണ് മെഷീനറി എടുക്കുന്നത്. അപ്പോൾ അത് ആ ഫുൾ എമൗണ്ട് ആയിരിക്കും. ഇവിടെ മെഷീനറിയുടെ വാല്യൂ ഉള്ളത് 7,000 ആണ്. അപ്പോൾ 7,000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? അത് ബീസ് ക്യാപിറ്റൽ കൊണ്ട് എഴുതുക. ബി എടുക്കണമുണ്ട്. ഓക്കെ, 7,000 എഴുതി. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് ആർ സെറ്റിൽഡ് ഫോർ 13,000. ക്രെഡിറ്റേഴ്സ് 13,000-ന് സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഇവിടെ ഉള്ളത് 16,000 ആണ്. എന്ത് ചെയ്യുന്നു? ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റേഴ്സ് 13,000-ന് സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ, പിന്നെ സി അഗ്രി ടു ഡിസ്ചാർജ് ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ കൊടുക്കുന്നത് ആരാ? സി ആണ് കൊടുക്കുന്നത്. അപ്പോൾ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം.
എന്നിട്ട് 8000 കൊടുക്കണം. ഓക്കെ, നമ്മൾ ഏതൊക്കെ ഈ ഇവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് പോയി, ബാങ്ക് ലോണും പോയി. ഇവിടെ ലോണ് റിയലൈസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് ആ ഫുൾ എമൗണ്ടിന് കൊടുത്തിട്ടുണ്ടായിരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് പറഞ്ഞിട്ട് മിസ്സസ് സെയിൽസ് ലോൺ എന്ന് പറഞ്ഞിട്ട് 10000 അതേ ഫുൾ എമൗണ്ട് കൊടുക്കണം. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റിയും കൊടുത്തു തീർക്കുന്ന സമയത്ത് താഴെ റിയലൈസ് ചെയ്യുന്ന ഐറ്റത്തിൽ അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഗണിക്കാതെ പോകരുത്. അത് നോക്കിയിട്ട് ഏതാണോ കൊടുക്കാത്തത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫുൾ എമൗണ്ടിൽ കൊടുത്തു തീർക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിസ്സസ് സെയിൽസ് ലോൺ ഇത് 10000 കൊടുത്തു. അപ്പോൾ ഇനി ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാ ലയബിലിറ്റിയും എന്താണ് എക്സ്റ്റേൺ ലയബിലിറ്റിയും കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഡെപ്റ്റേഴ്സ് കൊടുത്തു, സ്റ്റോക്ക് ആൻഡ് റേറ്റ് കൊടുത്തു, മെഷീനറി പോയി, അതുപോലെ ബിൽഡിംഗ് പോയി. ഓക്കെ, വേറെ ഐറ്റംസ് ഇവിടെ ഇല്ല. യെസ്, ഇനി ഇവിടെ ഉള്ളത് ഒരു റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, അത് കൊടുക്കുന്നത് ആരാ, എ ആണ് 4000 രൂപയ്ക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ എസ് ക്യാപിറ്റൽ എ ആണ് കൊടുക്കുന്നതുകൊണ്ട് എസ് ക്യാപിറ്റൽ 4000 രൂപ കൊടുത്തു. ഇത്രയും കഴിഞ്ഞു. ഓക്കെ, ഇനി ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ബിൽഡിങ് 5000 ആണ്, ബുക്ക് വാല്യൂനേക്കാൾ 5000. അപ്പോൾ ബുക്ക് വാല്യൂ ഉള്ളത് 30000 ആണ്. അപ്പോൾ അതിൻ്റെ 5000 കൂട്ടിയിട്ട് 35000 കൊടുക്കണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എല്ലാം കഴിഞ്ഞു. ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ബാലൻസ് വരിക, ഇവിടെ ക്രെഡിറ്റ് സെയിലാണ് ബാലൻസ് വരിക. അത് ലോസാണ്. അതാ ഈ റേഷ്യോയിൽ എത്രയില്ല 2:1 ഷെയർ ചെയ്യുമ്പോൾ എക്കും ബിക്കും സിക്കും എക്ക് ലോസ് 1220, ബിക്കും 1220, സിക്ക് 560. അങ്ങനെ ഈ എന്താ പറയുക, റിയലൈസേഷൻ ലോസ് ഇവർക്ക് വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഓപ്പണിംഗ് എഴുതണം. 3 പേരുടെ ഓപ്പണിംഗ് ആയിട്ട് 18000, 14000, 12000. അതെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ എഴുതി 18, 14, 12 എഴുതി. ഓക്കെ, ഇനി റിയലൈസേഷൻ ലോസ് ഇവിടെ ഉണ്ട് 1220. അതെന്ത് ചെയ്യണം, റിയലൈസേഷൻ ലോസ് നമുക്ക് ഇവിടെ കൊടുക്കാം, ഡെബിറ്റ് ചെയ്യാം. 3 പേരുടെയും കോളത്തിൽ എന്ത് ചെയ്യാം, ആ എമൗണ്ട് എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ എന്താ പറയുക, ജനറൽ റിസർവ് ഒക്കെ ഉണ്ടായിരിക്കാറുണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഇതെന്ന് പറയുന്നത് അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണാറുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഡെബിറ്റ് ബാലൻസ് പറയുമ്പോൾ നമ്മുടെ ഷെയർ ഓഫ് ലോസ് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ലോസ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ 6000 രൂപ 2:2:1 എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസിൽ വരികയാണെങ്കിൽ ഇത് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എവിടെ വരും, ക്രെഡിറ്റ് സെയിലാണ് വരിക. ഇത് ലോസ് ആയതുകൊണ്ട് എവിടെ വരും, ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് 6000 ഈ 2:2:1 ഷെയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും ഓരോരുത്തർക്ക്, എത്ര ഷെയർ വരും, 2400, 1200, ലോസിൻ്റെ ഷെയർ. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഇനി ഇതിലുള്ളത് ചില പാർട്ട്നേഴ്സ് അസറ്റും ലയബിലിറ്റിയൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതെവിടെ നോക്കി വെക്കാം. ഇവിടെ നോക്കിയാൽ കാണാം റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇവിടെ ഒരു സീസ് ക്യാപിറ്റൽ കാണാണ്ട്, ബാങ്ക് ലോൺ എടുക്കുന്നത്. അപ്പോൾ സിയിൽ എന്ത് ചെയ്യണം, ഇവിടെ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. 8000 കണ്ട റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സിയിൽ 8000 കൊടുത്തു. ഓക്കെ, ഇനി വേറെ ഇവിടെ കണ്ട എസ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കണ്ട, അതായത് റിയലൈസേഷൻ അക്കൗണ്ടിൽ എസ് ക്യാപിറ്റൽ പറഞ്ഞിട്ട് ഡെബിറ്റ് എമൗണ്ട് 4000 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ പറഞ്ഞിട്ട് ഈ 4000 എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, റിയലൈസേഷൻ എക്സ്പെൻസ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിയലൈസേഷൻ 4000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് വന്നിട്ട് നോക്കി നോക്കുക. ഇവിടെ സ്റ്റോൺ എന്താ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബീസ് ക്യാപിറ്റൽ പറഞ്ഞിട്ട് ക്രെഡിറ്റ് വന്നിട്ടുണ്ട് 7000 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം, അതെ ബീസ് ക്യാപിറ്റലിൽ 7000 വന്നിട്ട് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്താ എന്ത് പറഞ്ഞിട്ട്, റിയലൈസേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, 7000 രൂപ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നുള്ളൂ. അതെന്ത് ചെയ്യണം, സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ ഇതും ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഏത് കൂടുതൽ വരിക, അതെ സിയുടെ കേസ് ആദ്യം സിയുടെ രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെയാണ് കൂടുതൽ വരിക 20000. അത് 2 സൈഡിൽ എഴുതുക. ബാലൻസ് 18,240 വരും. അതിൽ ബിയുടെ ബാലൻസ് ചെയ്യുമ്പോൾ 14000 വരും. ബാലൻസ് 3480 വരും. എയുടെ കേസിലാണെങ്കിൽ 22000, ബാലൻസ് 18480 വരിക. അപ്പോൾ എയുടെ ബാലൻസ് 18480, ബിയുടെ 3480, സിയുടെ 18240. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ സെറ്റിൽ ചെയ്യണം. ഇപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ആക്കി നിർത്തേണ്ട ആവശ്യമില്ല. ബാങ്ക് പറഞ്ഞിട്ട് എയിൽ 18480, ബിയിൽ 3480, സിയിൽ 18240 വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു.
ഇനി അടുത്തെന്താ, ബാങ്ക് അക്കൗണ്ടാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ എന്ത് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കി വെക്കുക. അവിടെ എവിടെ ബാങ്ക് വന്നിട്ടുണ്ടോ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇവിടെ എഴുതുക. അതായത് ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ ഒരു ബാങ്ക് കാണാണ്ടല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അത് കൊണ്ട് എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റിൽ 13,000 ഡെബിറ്റ് കാണാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിൽ റിയലൈസേഷൻ പറഞ്ഞിട്ട് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം 13,000 കേട്ടോ. 13,000 ഇവിടെ വീട്ടിൽ ബാങ്ക് കാണുന്നുണ്ടോ, അതപ്പോൾ ബാങ്ക് ഉണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാങ്ക് പറഞ്ഞിട്ട് ഇത്ര 15,000 കാണുന്നുണ്ട് ഡെബിറ്റിൽ. അപ്പോൾ ബാങ്കിൽ ക്രെഡിറ്റിൽ എന്ത് ചെയ്യുക, റിയലൈസേഷൻ പറഞ്ഞിട്ട് എത്ര കാണിക്കുക, ആ എമൗണ്ട് കാണിക്കുക 15,000. ഓക്കെ, ഇവിടെ ബാങ്കൊന്നും കാണുന്നില്ല. ഇനി ഇവിടെ ബാങ്ക് ഉണ്ടോ, ബാങ്ക് ഉണ്ട്. 16,000 ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ 16,000 പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഉണ്ട് 16,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ ഡെബിറ്റ് കാണിക്കുക, റിയലൈസേഷൻ കൊണ്ട് ഡെബിറ്റ് കാണിക്കുക. ഇനി വേറെ ഇവിടെ ബാങ്കുള്ളത് ഇതാ, ഇവിടെ ബാങ്ക് കാണുന്നുണ്ട് 35,000. ഓക്കെ, ഇത് കാണിച്ചു. പിന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇതാ ബാങ്ക് ഉണ്ട് 13,600 അതും കാണിച്ചു. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത് ക്യാഷ് ടു ബാങ്ക് 3,600 ഓപ്പണിംഗ് ബാലൻസ് ആദ്യം ഇവിടെ എഴുതണം, അത് എഴുതി. എല്ലാ ഐറ്റംസും വന്നു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ നോക്കി നോക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് കാണാനല്ലേ, ഇവിടെ മാത്രമേ ബാങ്ക് കാണുന്നുള്ളൂ. അപ്പോൾ ബാങ്ക് 18,450. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ഇവിടെ ബാങ്ക് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഡെബിറ്റിലാണ് എമൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ എമൗണ്ട് കൊടുക്കുക. 18,480, പിന്നെ 3,480, പിന്നെ എത്ര വരും, 12,240. രണ്ട് സൈഡിലും ബാങ്ക് അക്കൗണ്ട് ടോട്ടൽ 68,200, ഇവിടെ 68,200, രണ്ട് സൈഡും ഈക്വലായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പുതിയൊരു ഐറ്റം എന്ന് പറയുന്നത്, നമ്മളിതിന് മുമ്പേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലത്തിൽ പുതിയൊരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു പാർട്ട്ണറുടെ വൈഫിൻ്റെ ലോണാണ്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് ഇവിടെ റിയലൈസ് ചെയ്യുന്ന വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും എന്താണ് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് പറയാത്തുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം, ഫുൾ എമൗണ്ടിൽ റിയലൈസ് ചെയ്യണം എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വൈഫിൻ്റെ ലോൺ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് സാധാരണ ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന പോലെ അതിനെ ട്രീറ്റ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ പുതിയ രണ്ട് ഐറ്റംസ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ചെയ്ത കണക്കിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അപ്പോഴാണ് ഓരോ ഐറ്റംസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ധാരണ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.